എല്ലാ വിഷയങ്ങളും ഉണ്ടാവുന്ന ഒരു കൂട്ടായ്മയിലൂടെയാണ് ജനിച്ചിരിക്കുകയാണ് സംവിധായകനും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ നമ്മളെ സ്വന്തം ഫൈസൽ മാഷ് ഫറൂഖ് കോളേജിൽ തുടക്കമിട്ട ആർട്ട് സ്കൂളിൽ പറയാനുള്ളത്. കുട്ടികൾക്ക് അവരുടെ കഴിവ് വളർത്താൻ ഇവർ കാണിക്കുന്ന ഈ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അപ്പൊ ആർട്ട് ഹൗസിലെ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ കൂടെ ഉള്ളത് ആവേശത്തിലെ ഒരു ഓഫീസ് സ്റ്റാഫിന്റെ വേഷം തകർത്തഭിനയിച്ച പ്രസീത മേഡം ആണ്. പ്രസീത മേഡത്തിനോട് നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ആർട്ട് ഹൗസിലെ എക്സ്പീരിയൻസ്? പരമായി താല്പര്യമുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു ക്യാമ്പും അവർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സസും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആർട്ട് ഹൗസിലെ ആളുകൾക്കും അതിൻ്റെ പിന്നറിലെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ആവേശത്തിലൊരു ചെറിയ സീനിലാണെങ്കിലും ആ സീൻ റെക്കഗ്നൈസ്ഡ് ആയി. കുട്ടികളൊക്കെ ഇപ്പോൾ എന്നെ കാണുമ്പം മാം യൂണിഫോം കം എന്നാണ് ചോദിക്കുന്നത്. സന്തോഷം. ഇക്കഴിഞ്ഞ 28ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ആയിട്ടുള്ള വലസൈ പറവകൾ എന്നൊരു മൂവി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആർട്ട് ഹൗസിന്റെ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ നമ്മളെ കൂടെ ഉള്ളത് നിതിന്യ മേഡം ആണ്. അപ്പൊ നിതിന്യ മേഡം ഒരുപാട് മലയാള സിനിമകൾ 80+, അതുപോലെ തന്നെ പേരിലൂർ പ്രീമിയർ ലീഗ് പോലത്തെ ഒരുപാട് സിനിമകളിൽ അടിപൊളി വേഷങ്ങൾ ചെയ്ത് നമ്മുടെ കൂടെ ഉള്ളത് നിതിന്യ മേഡം ആണ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. മേഡം, എന്തൊക്കെയാണ് ആർട്ട് ഹൗസിന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ? നല്ല അനുഭവമായിരുന്നു. ഒരുപാട് കുട്ടികൾ അവരുടെ രക്ഷിതാക്കളും ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഫറൂഖ് കോളേജ് ഈ ഒരു ഭാഗത്ത് കുറേ കുട്ടികൾ അവർക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ, നാടകം, ഇതുപോലുള്ള അഭിനയ സംബന്ധമായ ക്ലാസ്സുകൾ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവരെ കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് ഈ ഒരു നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് നല്ല സമയമാണിത്, കുട്ടികളുടെ ചെറിയ പ്രായമാണ്. അപ്പം നല്ല മെൻറ്റേഴ്സ്, നല്ല ട്രെയിനേഴ്സൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? പുതിയത് ജീത്തു അഷ്റഫ് സാറിൻ്റെ പേരിടാത്ത കുഞ്ചാക്കോ ബോബൻ പടം, മാർട്ടിൻ പ്രക്കാട്ടാണ് അതിൻ്റെ നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജഗദീഷ് ഏട്ടൻ്റെ ഭാര്യയായിട്ട്. പിന്നെ ആയിഷയ്ക്ക് ശേഷം അമീർ പള്ളിക്കൽ ചെയ്യുന്ന പുതിയ സിനിമ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പടത്തിലും, അതാണ് ഈ മാസം കമ്മിറ്റ് ചെയ്തിട്ടുള്ള പടം. അടിപൊളി. അപ്പൊ എല്ലാ ഭാവങ്ങളും നേരുന്നു. അപ്പൊ നമ്മളുള്ളത് ആർട്ട് ഹൗസിന്റെ ടീമിന്റെ കൂടെയാണ്. അപ്പം ഒരു സാധാരണ LP സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി ഇന്ന് ആർട്ട് ഹൗസ് എന്നുള്ള ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കിയ ഫൈസൽ മാഷ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഫൈസൽ മാഷെ, എന്തൊക്കെയാണ് ആർട്ട് ഹൗസിന്റെ വിശേഷങ്ങൾ, നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, പോലീസുകാർക്ക് ഈ വീട്ടിൽ എന്താ കാര്യം എന്ന് ചോദിച്ച പോലെയാണ് LP സ്കൂൾ അധ്യാപകന് ആർട്ട് ഹൗസിൽ എന്താണ് കാര്യം. ഓക്കെ, നല്ല ചോദ്യമാണ്. ആർട്ട് ഹൗസ് എന്നത് നല്ല പ്രതിഭകളായ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങളൊക്കെ എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ അഭിനയം പഠിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഓരോ സാധ്യതകൾ, പല സാധ്യതകൾ, ഇപ്പൊ മോണാക്ട് ഉണ്ട്, മൈമിങ് ഉണ്ട്, അത്തരം സാധ്യതകൾ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനം ഇല്ല എന്ന് തന്നെ വേണം പറയാം. പ്രത്യേകിച്ച് കോഴിക്കോടൊന്നും ഇല്ല. അഥവാ അങ്ങനത്തെ സ്ഥാപനങ്ങൾ നമ്മൾ തേടി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കൊച്ചി, ബാംഗ്ലൂർ ഒക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള കിഡ്സ് തിയേറ്റർ എന്ന രീതിയിൽ കോഴിക്കോടൊക്കെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറവാണ്. അപ്പോ സാധാരണക്കാരായ കുട്ടികൾക്ക് ഈ ഒരു സാധ്യത കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പൊ ഫറൂഖ് കോളേജ് ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങി. ആക്ടിംഗ് സെക്ഷൻ കിട്ടുന്നൊക്കെ, അപ്പൊ അത്രയും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ആക്ടിംഗ് സെക്ഷൻ കിട്ടി. അപ്പൊ ആർട്ട് ഹൗസിന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? കലയുടെ വീട് അല്ലെ? അപ്പൊ ആ കലയുടെ വീട്ടില് നമ്മൾ എല്ലാവരും കൂട്ടായ്മയുടെ കൂടെ മുന്നോട്ട് പോകും അല്ലെ? അപ്പൊ നമുക്ക് ആർട്ട് ഹൗസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാനുള്ളത്?